അംഗരക്ഷകർ പുടിൻ്റെ മലമൂത്ര വിസർജ്യം ബാഗിൽ റഷ്യയിൽ തിരികെ എത്തിക്കണം. നമ്മുടെ പിണറായി വിജയൻ ഇത് കണ്ടാൽ പ്രൗഢിയും പ്രതാപവും ഒക്കെ പഴയതുപോലെയൊന്നുമില്ലെങ്കിലും പല രാജകുടുംബങ്ങളും രാജ്യതലവന്മാരുമൊക്കെ ഇന്നും കൗതുകകരമായ പല ഔദ്യോഗിക പെരുമാറ്റച്ചട്ടങ്ങളും രാജകീയ മര്യാദയുടെ മാനദണ്ഡങ്ങളുമൊക്കെ പാലിക്കാറുണ്ട്. ഇത്തരം വിചിത്രമായ പല ആചാരങ്ങളും ഇപ്പോഴും വെച്ച് പുലർത്തുന്ന രാജകുടുംബമാണ് ബ്രിട്ടീഷ് രാജകുടുംബം. എന്നാൽ ഇവരെയൊക്കെ കവച്ചു വെക്കുന്ന ഒരു കക്ഷിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പഴയ സോവിയറ്റ് യൂണിയനിലെ പ്രധാന റിപ്പബ്ലിക്കായിരുന്ന റഷ്യ ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രാജ്യമാണെങ്കിലും സാമ്പത്തിക മേഖലയിലും സാങ്കേതിക മേഖലയിലും ഒന്നും അത്ര പ്രബലർ ആണെന്ന് അവകാശപ്പെടുവാൻ ഇന്ന് പറ്റില്ല. പക്ഷേ റഷ്യൻ പ്രസിഡന്റിൻ്റെ സുരക്ഷാസേന എന്ന് പറഞ്ഞാൽ വളരെ പ്രബലരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. റഷ്യൻ പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ സുരക്ഷാ ചുമതല എന്ന് പറയുന്നത് ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് അഥവാ FPS അംഗങ്ങൾക്കാണ്. 1993 ബോറിസ് യെൽസിനാണ് ഇപ്രകാരം ഒരു സുരക്ഷാ സേന ആരംഭിച്ചത്. ഈ ഏജൻസിയുടെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുവാൻ കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കഴിഞ്ഞ 15-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന FPS അംഗരക്ഷകരെ പ്രത്യേകം ഒരു ദൗത്യം കൂടി ഏൽപ്പിച്ചിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, പുടിൻ്റെ മലമൂത്ര വിസർജ്യം പ്രത്യേക ബാഗിൽ ശേഖരിച്ച് സുരക്ഷിതമായി റഷ്യയിൽ തിരിച്ചെത്തിക്കുക. ഒരു തരി പോലും എങ്ങും നഷ്ടപ്പെടാൻ പാടില്ല. പുടിൻ്റെ മലമൂത്ര വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യം പ്രത്യേക ബാഗുകളിൽ ശേഖരിച്ച് ഇതിനായി മാത്രം ഉപയോഗിക്കുന്ന സൂട്ട്കേസുകളിൽ മോസ്കോയിലേക്ക് തിരികെ എത്തിക്കാനായിരുന്നു നിർദ്ദേശം. റഷ്യൻ പ്രസിഡന്റിൻ്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസിലെ അംഗങ്ങൾക്കായിരുന്നു ഇതിൻ്റെ ചുമതല. പ്രകാരം ഒരു നടപടിക്ക് കാരണം 72-കാരനായ പുടിൻ്റെ മലമൂത്ര വിസർജ്യത്തിൻ്റെ സാമ്പിളുകൾ വിദേശ രാജ്യങ്ങൾ പരിശോധന നടത്തി അദ്ദേഹത്തിന് നിലവിലുള്ള രോഗവിവരങ്ങൾ ആരും മനസ്സിലാക്കാതിരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അസാധാരണമായ നടപടി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ വർഷങ്ങളായി പിന്തുടരുന്ന സുരക്ഷാ നടപടി മാത്രമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. അലാസ്കയിലെ ആങ്കറേജിലുള്ള ജോയിന്റ് ബോസ് എൽമണ്ടോർഫ് റിച്ചൺസിലായിരുന്നു ട്രംപ് പുടിൻ കൂട്ടിക്കാഴ്ച. 2017-ൽ പുടിൻ്റെ ഫ്രാൻസ് സന്ദർശനം മുതൽ തുടരുന്ന നടപടിയാണിതെന്ന് ദി എക്സ്പ്രസ് US റിപ്പോർട്ട് ചെയ്യുന്നു. 2018-ൽ പുടിൻ വീന സന്ദർശിച്ചപ്പോൾ അത്തരമൊരു സുരക്ഷാ നടപടി നിലവിലുണ്ടായിരുന്നതായി ഫരീദ റുസ്തമോവ റിപ്പോർട്ട് ചെയ്തു. ഏതാനും വർഷങ്ങളായി പുടിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് 80-കാരനായ പിണറായി വിജയനും ഈ മാർഗം അവലംബിക്കുമോ എന്ന അങ്കലാപ്പിലാണ് കേരള പോലീസ്. മലവും മൂത്രം കൂടി ചുമക്കുക എന്ന ഒരൊറ്റ പണിയുടെ കുറവ് കൂടിയേ അവർക്ക് ഇനിയുള്ളൂ. സാമ്രാജ്യത്വ ശക്തികൾ വിജയൻ്റെ മലവും മൂത്രവും കൊണ്ടുപോയി വല്ല കൊണ്ടിയോ കൂടോത്രമോ ഒക്കെ ചെയ്ത് കമ്മ്യൂണിസം ആകെ നിലനിൽക്കുന്ന ഈ നാടിൻ്റെ നേതാവിൻ്റെ ടൂളിൽ കേരളത്തിലെ ജനങ്ങളെ മയക്കുന്ന എന്ത് ഘടകങ്ങളാണുള്ളത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം ജിയും ബേബി ജിയും ഒക്കെ പിന്നെ എന്തോ ചെയ്യും. ഉടൻ തന്നെ കോരവാഹന വ്യൂഹത്തിൽ നമുക്കൊരു അമേദ്യ വണ്ടി കൂടി പ്രതീക്ഷിക്കാം. എന്ത്, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് അടുക്കള വശത്തിട്ടിരിക്കുന്നത് അതിനാണെന്നോ? കൊള്ളാം, അതിന് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.